ഹലോ, ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, തൈര് ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 10 വറ്റൽമുളക്, 2 സ്പൂണ് പച്ചമല്ലി എടുക്കണേ. പിന്നെ ചെറിയ ജീരകം കുറച്ച്, വലിയ ജീരകം കുറച്ച്, ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറച്ച് തന്നെ വെക്കുക. പിന്നെ നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിൽക്കിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണേ. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഈ ഒരു പരുവാണ് കൊലത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു വെല്ലുള്ളി, കുറച്ച് ഉപ്പിടുക, പാകത്തിന് ഉപ്പിടുക, മല്ലിയില ഇങ്ങനെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ട് ആദ്യം നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി ഒരു അരമണിക്കൂർ എന്നെങ്കിലും വെക്കണത് നല്ലതാണ്. പിന്നെ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കണേ. 2 വിസിൽ അടുപ്പിക്കുക കേട്ടോ. വലിയ ചിക്കനാണെങ്കിൽ 2 വിസിൽ, ചെറിയ ചിക്കനാണെങ്കിൽ 1 വിസിൽ മതി. പിന്നെ ഇതിൽ കുറേ വെള്ളം ഉണ്ടാവും, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ചിക്കനെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണേ. പിന്നെ ഇനിയും ഇതിൽ ഇൻഗ്രീഡിയൻസ് വേണം. ഇങ്ങനെയും കഴിക്കാം. ഇനി ഇങ്ങനെയല്ല കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു വലിയ ഉള്ളി പിന്നെ ചെറുതാക്കി അരിയണം കേട്ടോ. ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് പാകത്തിന് ഒത്തിരി ഉപ്പിടുക, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണേ. അത് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം അതിലേക്ക് ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആയി കിട്ടണത് വരെ, പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ സാധനം റെഡിയാണ്. പിന്നെ ഇത് പത്തിരിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.